അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ദാ നമ്മൾ ഇന്നലെ കൊറിയറൊക്കെ വന്നിക്കണ് പറഞ്ഞാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാതെ പാത്തച്ചില്ലേ, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ദാ 2 ഉടുപ്പാണ് നമ്മളെ ജിനു മോൾട്ടി ഫസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടില്ലേ, ആ ഉടുപ്പ് തന്നെയാണ് ഇട്ടത്. അപ്പം നോക്കുകയാണെങ്കിൽ നല്ല ചൊറുക്കല്ല ഉടുപ്പാണ്. നമ്മൾ എറണാകുളത്തിലെ ഷാഹിദത്തെ നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ജിനുവിനും മോൾട്ടിക്കും 2 ആൾക്കും അയച്ചു തന്നിക്കണ്. അപ്പം നമ്മൾ ഏതൊരു പെരുന്നാൾക്ക് ഉടുപ്പിന് മോൾട്ടി നൊലൊളിച്ചീനല്ലോ, ഓസ് ഉടുപ്പ് വേണമെന്നാണ് നൊലൊളിച്ചീനല്ലോ. അപ്പം അത് കണ്ടപ്പോൾ അന്ന് ഓല് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ അടിച്ചു തരാം കുട്ടിക്ക് ഉടുപ്പെന്ന്. അങ്ങനെ ഓല് പിന്നെ നമ്പറൊക്കെ കിട്ടിയപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ അയച്ചു തരാം, അഡ്രസ്സ് തരുന്നതാണ്, അങ്ങനെ കൊടുത്ത്. അപ്പോൾ അതാ നമുക്ക് 2 ആൾക്കും 2 കുട്ടികൾക്കും ഓരോ നല്ല ചൊറുക്കില്ല ഉടുപ്പാണ് തന്നെ ഓല് അടിച്ചിങ്ങാണ്ട് നല്ല രസത്തിൽ തന്നെ അയച്ചു തന്നിക്കണം കേട്ടോ. പിന്നെ ഓൽക്കൊരു ചാനലുണ്ട് കേട്ടോ, ഷാഹിദാസ് ഓർക്കിഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇത്. അപ്പോൾ ഈ ഒരു ഉടുപ്പ് മോൾട്ടിൻ്റെ ഉടുപ്പ് എങ്ങനെയാണ് വെട്ടിയത്, എങ്ങനെയാണ് അടിച്ചത്, അതൊക്കെ ആ ഒരു ചാനലിൽ കാണിച്ചു തരുന്നുണ്ട്. നല്ല വിശദമായിട്ട് തന്നെ ഏത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ചാനലിൽ ഒന്ന് കയറിങ്ങാണ്ട് ഒന്ന് കാണാം എങ്ങനെയാണ് ഉടുപ്പ് അടിച്ചത് എന്നൊക്കെ കേട്ടോ. മട്ടിക്ക് ഗർബന്റെ മാണ്ടേ ഗർബന്റെ വെച്ചാൽ രസം ഉണ്ടാവൂല. മോൾട്ടി എയർബൻഡിൽ നിന്ന് ഒലൊളിച്ചാണ്. അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിങ്ങാണ്ട് 2 ആൾക്കും ഉടുപ്പൊക്കെ മാറ്റി കൊടുത്ത് മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ 2 എയർബൻഡ് ഞാൻ വാങ്ങിക്കണം കേട്ടോ. ഇവർക്ക് എത്ര വാങ്ങിയിട്ടും കാര്യമല്ലോ, ഓല അത് കേടെടുത്തും കൊണ്ടേങ്ങാണ്ട്. അപ്പം ഞാൻ പാത്തച്ചിക്കാണ് ഒന്ന്, എന്നിട്ട് ഞാൻ ജിനുവിന് മാത്രമേ ഉള്ളൂ, എനക്കില്ല പറഞ്ഞിട്ടേ ഓള് അതിനാണ് ഇപ്പോൾ ഒലൊളിച്ചത്. പിന്നെ നമുക്ക് ഈ ഉടുപ്പ് അയച്ചെന്ന ഷാഹിദത്ത പിന്നെ ഒരു ക്ലാസ്സും കൂടി നടത്തുന്നുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിച്ചിട്ട് ക്ലാസ് നടത്തുന്നുണ്ട്. എന്താ കുറഞ്ഞ ഫീസുള്ളൂ, 500 റുപ്യ ഫീസുള്ളൂ. അതിൽ തന്നെ ഓല് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചും അതൊക്കെ ഓല് പിന്നെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ സാധനങ്ങളാണ് അടിച്ചാൻ പഠിപ്പിച്ച് തരിക ഈ ഒരു 500 റുപ്യക്ക്. പക്ഷേ ഇച്ച് തോന്നുന്നു 500 റുപ്യക്ക് 1000 റുപ്യക്ക് 1500 റുപ്യക്കൊന്നും കൊടുത്താലില്ലേ സംഭവങ്ങളല്ല. ഓല് അത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മോഡലായിട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അടിച്ചാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ വീട്ടമ്മമാർക്ക് ഇപ്പോൾ നമുക്ക് പഠിച്ചാൻ പോകാൻ പൂതി ഉണ്ടാവും, പക്ഷേ ചെറിയ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ചിലവർ പുറത്ത് പോയി പഠിച്ചാൻ അയക്കൂല, അതല്ലെങ്കിൽ വണ്ടിക്ക് പോകാൻ ഗതികേടേക്കാരം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അടിച്ചാൻ കഴിവില്ല ആൾക്കാരുണ്ടാവും, പക്ഷേ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പല മോഡൽ അടിച്ചാലുള്ള പൂതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തേക്കൊക്കെ നല്ല സഹായമാകുന്ന ഒരു ക്ലാസ് ആട്ടോ. ഓൺലൈനായിട്ട് വാട്സപ്പിൽ നമുക്ക് അയച്ചു തരികയാണ്. കാര്യങ്ങളൊക്കെ അടിച്ചതും വെട്ടുന്നതും ഒക്കെ നല്ല ഉസാറായിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ ഷാഹിദത്ത. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ ഷാഹിദത്താൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുക, ഒന്ന് വിളിച്ചിങ്ങാണ്ട് അതിലൊന്ന് ചേരുക, ക്ലാസ്സിൽ ചേരട്ടോ. ഞാനും ചേർന്നിക്കണം കേട്ടോ. ആദ്യം ചേരാനൊന്നും കരുതിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും കാര്യങ്ങൾ 500 റുപ്യക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കും പെൺകുട്ടികളെയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഒരു സാരി കിട്ടിയാലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നമ്മളെ മനസ്സിക്ക് തോന്നുന്ന മോഡൽ നമുക്ക് അടിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാനും അതിൽ ചേർന്നിക്കണ്. അപ്പോൾ വെറും 500 റുപ്യുള്ളൂ ഫീസ്. നമുക്ക് നല്ല ഉസാറായിട്ട് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാം അടിച്ചാനും പിന്നെ വലിയൊരു ടോപ്പും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ചേർന്നുങ്ങാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഷാഹിദത്ത ഈ ഒരു ഉടുപ്പടിച്ചതിന് ശേഷം നമ്മളെ വിളിച്ച് പറഞ്ഞു കേട്ടോ, നമുക്ക് ജിനുവിന് വെച്ചിട്ടൊരു പ്രാങ്ക് ചെയ്യാം. പിന്നെ മോൾട്ടിൻ്റെ ഉടുപ്പ് എന്താ അടിച്ചതും വെട്ടുന്നതും ഒക്കെ വീഡിയോയിൽ ഇട്ടിക്കണ്. അതപ്പോൾ നമ്മളെല്ലാവരും കാണും ചെയ്തിക്കണേ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ മോൾട്ടിക്ക് ഉടുപ്പുണ്ട് എന്നല്ലോ അറിയാം, പക്ഷെ ജിനുവിൻ്റെ ഓല് വെട്ടുന്നതും പിന്നെ അടിച്ചതൊന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ജിനുവിന് നമുക്ക് പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞിനും ഓക്കില്ല എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പറയണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളത് ഒരു കൊറിയർ ഓഫീസിക്കാണ് അയച്ചത്, പാണ്ടിക്കാട് പോയി എടുക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ജിനു നമ്മളൊപ്പം പോന്നീനും, പക്ഷെ ഞാൻ അവളെ കാണാതെ പൊട്ടിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോന്നപ്പോൾ ഇപ്പാനെ കണ്ടു വച്ചത്. അപ്പോൾ ഇപ്പാനോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു കൊറിയർ വന്നിരിക്കണം, കുട്ടിയാൾക്ക് ഉടുപ്പാണ് അടിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പാക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്നാലും ഇപ്പം ഇത്രയും ദൂരത്തിലെ ആൾക്കാർ നമ്മൾ അറിയേ ഒരു വട്ടം കാണി ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനത്തെ ആൾക്കാരല്ലേ, എന്നിട്ട് പോലും ഉടുപ്പൊക്കെ അയച്ചെന്നില്ലേ. അപ്പോൾ ഒന്ന് കാണട്ടെ എന്നപ്പോൾ ഇപ്പാക്ക് കാണിച്ചു കൊടുത്തിട്ടോ. ഇപ്പാര് ചോദിച്ചപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പാക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇപ്പാക്ക് എന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ജിനു കാണും ചെയ്തിട്ടോ 2 ഉടുപ്പും. അപ്പോൾ പിന്നെ ആ പ്രാങ്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ഷാഹിദത്ത് ഏതായാലും നമ്മോട് ഇങ്ങോട്ട് പ്രാങ്ക് ചെയ്യാൻ പറയണം. അപ്പം നമുക്ക് ഷാഹിദത്താൻ അങ്ങോട്ടൊന്ന് പ്രാങ്ക് ചെയ്താലോ, കാരണം എന്താ പ്രാങ്ക് ചെയ്താലും കുഴപ്പമില്ല എന്നല്ലേ നമുക്ക് മനസ്സിലായി. കാരണം നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാണല്ലോ നമുക്ക് പ്രാങ്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ പ്രാങ്ക് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അങ്ങോട്ട് വിളിച്ചിങ്ങാണ്ട് പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞാണ്ട് ഒന്ന് പ്രാങ്ക് ചെയ്തിട്ടോ. പക്ഷെ ഭയങ്കരമായിട്ട് മനസ്സ് കിടങ്ങേറുണ്ടായി കേട്ടോ. എന്താ പറയുക, മനസ്സ് വിങ്ങി പൊട്ടിങ്ങാണ് ഞാൻ ചെയ്തത്. ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ കൂടി മനസ്സിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇടങ്ങേറുണ്ടായി കേട്ടോ. കാരണം അങ്ങനെയൊക്കെ പറയാന്ന് പറയുന്നത് അത്രയും മോശമാണ്. അപ്പൊ നിങ്ങളൊന്ന് കേട്ട് നോക്കിട്ടോ അത്. ഹലോ ഹലോ ആ ഷാഹിദത്ത പറയൂ. നമ്മളെ കൊറിയർ ഇട്ടീക്കണ് കേട്ടോ. കിട്ടിയോ? ഇന്നലെ പാകായോ?
പാകം വെച്ചാ മോൾട്ടിന്റെ നല്ല വലിപ്പമുണ്ട്, ജിനുവിന്റെ വലിപ്പം കുറവാണ്. ലെങ്ത് കുറവാണോ? ആ ഞാൻ നിങ്ങള് അയക്കുന്നൊക്കെ കരുതിയപ്പേ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ കരുതിയും. രസമില്ലേ? അത്രക്കാണ് പറ്റിയില്ല ജിനുവിന്റെ ഒന്നും. ആ കളറൊന്നും വലിയ രസമല്ലല്ലോ. ജിനുവിന്റെ രസമില്ലേ? അത്ര പറ്റിയില്ല. ഇവലും പറഞ്ഞു വലിയ രസമല്ലല്ലേ. പിന്നെ പാവാടന്റെ മാരിന്റെ നെറിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ മോഡലാണ്, ട്രെൻഡി മോഡലാണ് ഇവിടുത്തെ എറണാകുളത്തെ. തന്നെ നമ്മള് പിന്നെ വലിയ മോഡലൊന്നും ഇടാത്തോണ്ടേ മോഡല് കാണുമ്പോ നമുക്ക് അങ്ങനെ ഒരു പറ്റാത്തത്. എന്താ വിശേഷമുണ്ട്? നല്ല വിശേഷം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെന്താ വിശേഷം? വേറെന്താ, സുഖാണ്, അങ്ങനെ പോണ്ട്. അപ്പൊ ജിനുവിന് ഒട്ടും പറ്റിയില്ല, ഇറക്കമില്ല, മോഡൽ ഇഷ്ടായില്ല? ഇല്ലല്ല. മോളൂട്ടിയുടെയോ? മോളൂട്ടിന്റെ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ വീഡിയോയില് കാണിക്കണ്ട. ഞാൻ നിങ്ങളൊന്ന് പ്രാങ്ക് ഞാൻ അവരോട് പറഞ്ഞേ നമുക്ക് സാധനം കിട്ടിയിട്ട് ഓലെ വിളിച്ച് പറയണ രസമല്ല പറയണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ സാധനം കൊടുത്തിട്ട് ഓല് പറയണില്ലേ? ഇല്ല, ഞാൻ എന്റെ അളവ് തെറ്റിയോ, എന്റെ ടേസ്റ്റ് മാറിയോ, ഇഷ്ടായോ, സാധനം കിട്ടിയോ? സാറാ നല്ല രസം ഇട്ടിട്ട്. ഞാൻ അങ്ങോട്ട് വേണ്ടിട്ടല്ലാനായിട്ട് ഞാൻ പറഞ്ഞേ എന്താ ഓല് നമ്മളെ ജിനുവിനോട് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞ നമുക്ക് തിരിച്ചൊരു പ്രാങ്കാണ് കൊടുത്താലോ. റെക്കോർഡ് ചെയ്യണ്ടോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്താ പറയാന്നും കൂടി കേക്കണ്ടേ? അയ്യോ അത് വേണ്ടേട്ടോ, പറയാ. ഞാൻ ഇന്നലെ കിട്ടിയിട്ട് അതേ വിളിച്ചു പറയുന്നത്, ഇന്ന് പറയരുതീറ്റാക്കം പോലെ ഇരുന്ന് വിളിച്ചെഴുതിയാണ്ട്. എനിക്ക് സങ്കടം വന്നു. എനിക്ക് അതല്ല, എനിക്ക് എന്റെ തോന്നി എനിക്ക് ജിനുവിന് വിഷമാവോന്ന് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷനായി പോയത്. ഞാൻ പഠിച്ചോനെ എങ്ങനെ പറയും പോലെ എന്താ കരുതാവോ, അത്രയും കരുതിട്ട് നമുക്ക് എടുത്ത് അടിച്ച് അയച്ചു തന്നിട്ട്. അപ്പൊ റെക്കോർഡിങ് കേട്ടില്ലേ? അപ്പൊ ഞാൻ ഷാഹിദത്താനെ വിളിച്ചുകാണ്ട് ഇങ്ങനെ പ്രാങ്ക് ചെയ്തിട്ടോ. പക്ഷെ ഇതിങ്ങനെ പറയുമ്പോഴേ മനസ്സിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നെഞ്ചിരിപ്പ് കൂടുക അറിയില്ല, അങ്ങനെയാണ്. കാരണം നമ്മൾ ഇതുവരെ ആരും പ്രാങ്ക് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. തമാശക്കാണെങ്കിൽ കൂടി ഒരാളെ നുണാറിനെങ്ങാണ്ട് ഇറങ്ങാറാക്കലില്ല. പക്ഷെ ഇത് പറഞ്ഞപ്പോ മനസ്സിക്ക് ഭയങ്കര ഇറങ്ങേറ് കേട്ടോ. പിന്നെ ഓല് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണല്ലോ എന്താ പ്രാങ്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ പിന്നെ ഓൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്നറിയാം. എന്നാലും ഒരു 2-3 മിനിറ്റ് ഉള്ളെങ്കിലും കൂടി അത് വല്ലാത്തൊരവസ്ഥയാണ് മനസ്സിക്ക് അങ്ങനെ ചെയ്തപ്പോട്ടോ. ഏതായാലും ഞാൻ എന്നാലും അങ്ങനെ പറഞ്ഞു. പക്ഷെ ശരിക്കും ഇപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞാലും വല്ല മാനസികാവസ്ഥ എന്തേക്കാരും. ഇപ്പം ഞാനൊരാൾക്ക് ഒരു സാധനം അയച്ചു കൊടുത്തിട്ട് അത് രസമല്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇഞ്ച അവസ്ഥ എന്തേക്കാരും. എത്ര രസമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറയുള്ളൂ. ഇതങ്ങനെയല്ല കേട്ടോ, ഇത് നല്ല ഇഷ്ടമായിരിക്കും, രണ്ടാളും നല്ല രസമുണ്ട്. കാരണം ഞാൻ അങ്ങനെ മോഡലായിട്ടുള്ള ഉടുപ്പും കാര്യങ്ങളൊന്നും എടുക്കൂല, സാധാരണ ഏതാ ചേച്ചി അങ്ങനെ എടുക്കാനും അറിയില്ല. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് പോരലാണ്. പക്ഷെ അത് ജിനുവിന് ഇട്ടിട്ടും നല്ല രസമുണ്ട്, മോൾട്ടിക്കും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമതും അടിച്ചതും പറ്റിയിരിക്കണ മോഡലും കളറും ഒക്കെ നമുക്ക് നല്ലോണം ഇഷ്ടമായിക്കണം. ഓൾക്ക് ഇട്ടിട്ട് നല്ല ചുറുക്കുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഏതായാലും മനസ്സിക്ക് ഭയങ്കര ഇടങ്ങേറ്. അപ്പൊ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോണ്ടിട്ടോ. ലൈക്ക് അടിച്ചാൽ മറക്കല്ലേ, എന്നാലുള്ളൂ നമ്മളെ വീഡിയോ കുറേ ആൾക്കാർക്ക് എത്തിച്ചുള്ളൂ. അങ്ങനെ ഇനി നമുക്ക് വ്യൂ കൂട്ടാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചോണ്ടിയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോണ്ടിയും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ ബെല്ലൈക്കൺ അമർത്തി കൊടുക്കേണ്ടിയും അതിൻ്റെ ഒപ്പം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എന്നാലുള്ള നമ്മളെ പുതിയ വീഡിയോന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തും, പക്ഷേ എന്താ ചിലപ്പോൾ നമ്മൾ ബെല്ലൈക്കൺ അമർത്തൂല. ഇനി ബെല്ലൈക്കൺ അമർത്തിയാൽ തന്നെ നമ്മൾ ഓൾന്ന് കൊടുക്കൂല. ഓൾന്നും കൂടി കൊടുത്താലേ നമ്മളെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോണ്ടി കേട്ടോ. ചാടിക്കാം.
അപ്പോൾ എല്ലാവരും ഷാഹിദത്താൻ്റെ ചാനലിലൊന്ന് കയറി നോക്കുക. ഈ ഒരു ഉടുപ്പിൻ്റെ വെട്ടുന്നതും മടിച്ചതും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക, ക്ലാസ്സിലൊക്കെ ഒന്ന് ചേരുക. അപ്പം നമ്മൾ ഷാഹിദത്താനോട് വലിയൊരു രീതിയിൽ നന്ദി പറയണം കേട്ടോ. കാരണം നമ്മളെ കുട്ടികൾക്ക് ഈ ഉടുപ്പുകൾ അയച്ചു തരാനുള്ള ഒരു മനസ്സിനും ഒക്കെ നമ്മൾ നന്ദി പറയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അയച്ചു തന്നിട്ട് പോലും നമ്മൾ ഷാഹിദത്താണ് നന്ദി പറയുന്നതിന് പകരം വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് പോലും ഒരു മോശമായ രീതിയിൽ ഒന്നും ഷാഹിദത്ത പ്രതികരിച്ചിട്ടില്ല. ചില സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മോശമായിട്ട് പ്രതികരിച്ച് പോകും. നമ്മളൊക്കെ ഒരു ആർക്കെങ്കിലും ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഈ ഒരു രീതിയിലൊക്കെയാണ് പ്രതികരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ പ്രതികരിക്കുമല്ലോ. പക്ഷേ ഷാഹിദത്ത അങ്ങനെ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഷാഹിദത്താൻ്റെ ആ ഒരു വലിയ മനസ്സിന് ഷാഹിദത്ത നന്ദി. അപ്പം ഇനി നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.